അല്ല മാധു, അതിലേക്ക് ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഞാൻ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, സനോജ് പറയുന്നത് ഈ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയത് സർക്കാരാണ്, അതായത് 1458 പേരെ കണ്ടെത്തിയത് സർക്കാരാണെന്ന്. അതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ നിങ്ങൾക്ക് ഒരു അല്പം നാണം വേണമെന്ന് ഞാൻ പറയുന്നത്. 2 വർഷം മുമ്പ് CAGയുടെ റിപ്പോർട്ട് വന്നിട്ട് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു സർക്കാർ 2 വർഷത്തിന് ശേഷം 1458 ഉദ്യോഗസ്ഥരുടെ ആധാർ കാർഡിന്റെ നമ്പർ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ യാദൃച്ഛികമായി കണ്ടെത്തിയ ഒരു വിവരത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. അപ്പൊ ഈ 2 വർഷക്കാലം നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം നടത്താത്തത് എന്നുള്ളതിന് മറുപടി നിങ്ങൾക്ക് പറയണ്ടേ? ഇപ്പോൾ സനോജ് തന്നെ പറയുന്നു പരിശോധനകളെല്ലാം പൂർത്തിയായിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്ന്. ഈ പരിശോധനകൾ മുഴുവൻ പൂർത്തിയായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പരിശോധന നടത്താനുള്ളത്. ഇത് നിങ്ങൾ ഈ പരിശോധന എന്നുള്ള വാക്ക് മറിച്ചും തിരിച്ചും പറഞ്ഞാൽ ഇതിന് പരിഹാരമാവില്ല. രണ്ടാമത്തത്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് 2 വർഷക്കാലം കാലതാമസം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. സർക്കാരിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അടുത്തത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം. മാധു, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അല്ല, കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ഇഴകീറി പരിശോധിച്ചാൽ ഇങ്ങനെ നിരവധി ആളുകളെ കണ്ടെത്താൻ പറ്റും. അതിലൊരു തർക്കവും വേണ്ട. പ്രാദേശികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഈ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രത്യേക വാർഡ് എടുത്തിട്ട് അവിടെ എന്തോ പ്രശ്നമുണ്ട്, ആ വാർഡിൽ BJPയുടെ കൗൺസിലറാണ് അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന UDF ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണെന്ന് പറഞ്ഞു വെക്കാനും പാടില്ല. ഇതിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ഇനി ഏതെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടപെട്ടാൽ പോലും ഉദ്യോഗസ്ഥർ അത് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ മാറ്റി നിർത്താനുള്ള ശേഷിയുണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് എന്നല്ലേ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി പറയുന്നത്? ഒരു വില്ലേജ് വില്ലേജിലെ അസിസ്റ്റന്റ് കൈക്കൂലി മേടിച്ചാൽ വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തലയിൽ വെച്ച് കെട്ടാതെ ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് നമ്മൾ അംഗീകരിക്കണം. മറ്റൊന്ന്, ഇത് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധിക്കണം. ഇപ്പോൾ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ CPMന്റെ പ്രതിനിധി പറഞ്ഞത് ഇത്തരം അന്വേഷണങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ വീട്ടിലെ AC അഴിച്ച് അടുത്ത വീട്ടിൽ ഒളിച്ചു വെച്ചിട്ട് AC ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത് പെൻഷൻ വാങ്ങുന്നൊക്കെയാ. ഇതിൽ പല പ്രശ്നങ്ങളുണ്ടെന്നേ. ഒരു വാർഡിൽ 45 പേരുടെ ലിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ 45 പേരും ഈ വിവരങ്ങൾ മറച്ചു വെച്ചായിരിക്കില്ല പെൻഷൻ വാങ്ങിയിട്ടുള്ളത്. ഈ പെൻഷൻ ഇവർ അപേക്ഷിച്ച് പെൻഷൻ കിട്ടിയതിന് ശേഷമായിരിക്കാം ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ മക്കൾ വിദേശത്ത് പോയി ഒരു കാർ വാങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് വേണം. ഈ മുഴുവൻ ആളുകളും കള്ളന്മാരാണ്, തട്ടിപ്പുകാരാണ് നമുക്ക് പൊതുവിൽ പറഞ്ഞു വെക്കാൻ പറ്റില്ല. വിവരങ്ങൾ പരിശോധിച്ചിട്ട് വേണം. അതിന് പകരം ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രത്യേക വാർഡ് എടുത്ത് അവിടെ 7ാം വാർഡ് ഒരു മോഡലാക്കി മുന്നോട്ട് വെച്ചത് അത് കൃത്യമായി UDFന്റെ ഭരണ സംവിധാനത്തിന് കീഴിലുള്ളത് കൊണ്ടാണ് എന്നാണോ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ അങ്ങനെ സംശയിക്കേണ്ടി വരും. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കണ്ടാൽ അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അതിൻ്റെ ആ ചർച്ചകൾ പോകുന്ന നോക്കി UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി, BJPയുടെ കൗൺസിലറുള്ള സ്ഥലം, കൗൺസിലർമാർ നേരത്തെ ജയിച്ചിരുന്ന സ്ഥലം, ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൗൺസിലർമാർക്കാണ് ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ തലയിൽ നിന്ന് ഇത് പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഇതിന്റെ മുഴുവൻ പാപഭാരവും വെച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് സംശയിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധിക്കണം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിലും പരിശോധിച്ചിട്ട് അതിന്റെ ലിസ്റ്റ് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. അപ്പോഴറിയാമല്ലോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളും ഇതിൽ കറപുരണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് മാറ്റി നിർത്തണ്ടേ? കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ. അതിന് പകരം ഇതിനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ നോക്കുന്നത് സർക്കാർ തന്നെയാണ്. ശരി, അല്ല സംശയം നോക്കൂ, ഇപ്പോൾ ഒരു നഗരസഭ ഭരിക്കുന്നു, അവിടെ പോലും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകളാണോ ഒരു സർക്കാരിന്റെ മുഴുവൻ സംവിധാനത്തെയും കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കാൻ സ്വാഭാവികമായും അവർക്ക് സാധിക്കുമല്ലോ. അല്ല മാധു, ഒരു CAGയുടെ റിപ്പോർട്ട്, CAG അങ്ങനെ ഏതെങ്കിലും ചുമ്മാ ഒരു കണക്കപ്പിള്ളയല്ലോ. CAGയുടെ റിപ്പോർട്ട് 2 വർഷം മുമ്പ് കിട്ടിയിട്ട് അതിന്മേൽ സർക്കാർ സംവിധാനം സകല അന്വേഷണങ്ങളും നടത്താനുള്ള, ശൂന്യാകാശത്ത് വരെ അന്വേഷണം നടത്താൻ ശേഷിയുള്ള ആളുകളുടെ സർക്കാർ സംവിധാനം 2 വർഷത്തിന് ശേഷമാണ് 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെൻഷൻ വാങ്ങിയെന്ന് കണ്ടെത്തിയത്. അപ്പോഴാണ് ആ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ആ മുനിസിപ്പാലിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് പുറത്തുവിടണമെന്നേ. ഇപ്പൊ ആ മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നേരിട്ട് പോയി ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോ നാളെ ആയിട്ട് വരുമെന്ന്. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം.